രണ്ടാം ഗോളിനായി തത്തമ്പള്ളി, സമനില ഗോളിനായി നവജീവൻ. ഇനിയുള്ള ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് കേട്ടാ. നവജീവൻ തിരിച്ചടിക്കും. നവജീവന്റെ കാലുകളിൽ ആദിയെ താഴെ വീഴുന്നു. മനാഫ് തത്തമ്പള്ളിയുടെ കോച്ച് സബിൻ, നവജീവന്റെ കോച്ച് കാളിദാസന്റെ ത്രോ. ചുവന്ന ജേഴ്സിയിൽ പങ്കെടുക്കുന്നത് നവജീവനാണ്. വീണ്ടും ക്ലിയറൻസ്, തത്തമ്പള്ളിയുടെ ക്ലിയറൻസ്, ഓഫ്സൈഡ്. ശക്തമായ ഷോട്ട് തത്തമ്പള്ളി. വീണ്ടും നവജീവൻ. സമനില ഗോളിന് വേണ്ടി നവജീവന്റെ ശക്തമായ പ്രകടനങ്ങൾ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത്. തത്തമ്പള്ളി ഓഫ് ട്രാക്കിൽ കുരുക്കുന്നു. തത്തമ്പള്ളിയെ ഓഫ് ട്രാക്കിൽ കുരുക്കി നവജീവൻ. ഏകപക്ഷീയമായ ഒരു ഗോളിന് തത്തമ്പള്ളി, നോയലടിച്ച ഒരു ഗോളിന് തത്തമ്പള്ളി ലീഡ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന തിരമാലകൾ പോലെ ആഞ്ഞാഞ്ഞടിക്കുന്നു. പ്രതിരോധ സൈന്യം തീർത്ത പത്മവ്യൂഹം തനിച്ചു പുലർത്താൻ ശേഷിയുള്ള ഭൂമന്യൂനെ പോലെ കാളിദാസനും ആദിനാഥും. ശക്തമായ നീക്കങ്ങൾ, ശക്തമായ സ്കില്ലുകൾ, ശക്തമായ ഷോട്ടുകൾ, ശക്തമായ സ്ട്രാപ്പിങ്ങുകൾ, ശക്തമായ ഹെഡറുകൾ, ശക്തമായ ഫിനിഷിങ്ങുകൾ കൊണ്ട് ഫുട്ബോളിന്റെ സൗന്ദര്യം ശരിക്കും ദിശയുടെ മൈതാനത്ത്. 7 നമ്പർ ജേഴ്സിയിൽ മനോഹരമായ ത്രോ. നല്ല സപ്ലൈ. ആദിയുടെ പലങ്കാലൻ ഷോട്ട് ബ്ലോക്കിൽ. ആദിയുടെ കാലുകളിൽ ബോള്. പൊരിഞ്ഞ പോരാട്ടം. തത്തമ്പള്ളിയുടെ നീക്കങ്ങൾ. ക്ലിയറൻസ്. അംജിത്. നോയൽ. രണ്ടാം പകുതിയിലും തത്തമ്പള്ളിയുടെ ആക്രമണമാണ്. വിട്ടുകൊടുക്കുന്നില്ല നവജീവൻ. ഏകപക്ഷീയമായ ഒരു ഗോളിന് നവജീവൻ ലീഡ് ചെയ്യുന്നു. ചന്തമേറിയ പന്തുകളി ചാരുതയാർന്ന നീക്കത്തിൽ ചടുല വേഗതയിൽ ചാട്ടുളി പോലെ പറന്നിറങ്ങുന്ന വമ്പൻ നിരകളുമായി തത്തമ്പള്ളി. കൈലാസാണ് ത്രോ ചെയ്യുന്നത്. തേച്ചുമിനിക്കിയ വജ്രായുധങ്ങളുമായി കളിഭൂമിയിൽ കാൽപന്ത് കൊണ്ട് അത്ഭുതങ്ങളുടെ മഞ്ഞുതുള്ളി പെയ്യിക്കാൻ നവജീവൻ. കാളിദാസന്റെ മനോഹരമായ ത്രോ നവജീവന്റെ കാലുകളിൽ. വീണ്ടും തത്തമ്പള്ളിയുടെ കാലുകളിൽ പോലെ. തത്തമ്പള്ളിയുടെ ക്ലിയറൻസ്. അടി. തത്തമ്പള്ളിയുടെ നീക്കങ്ങൾ. ഏതാണ്ട് കുറച്ചു നേരമായിട്ട് കളി അല്പം മന്ദഗതിയിലാണ്. ശക്തമായ പിന്തുണ ആവശ്യമാണ്. കയ്യടികൾ ആവശ്യമാണ്. ഗോൾ കീപ്പർ ശ്രീഹരി. റഫറി വിസിൽ ചെയ്യുന്നു. റഫറി പ്ലീസ് സ്റ്റോപ്പ്. ശക്തമായ ദിശ എ, അക്ഷിത് നയിക്കുന്ന ദിശ എ. വികാസയുമായി ഏറ്റുമുട്ടുമ്പോൾ പ്രേക്ഷകരെ കളിയുടെ അവസാന നിമിഷങ്ങളിലേക്കാണ്. മനോഹരമായ സപ്ലൈ. നവജീവന്റെ ഒരു സമനില ഗോൾ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് അടിപൊളിയാകുമെന്നുള്ള സാഹചര്യം തർക്കമില്ല. വിയർക്കുന്നു നവജീവൻ. മധുചഷകം നുകരുന്നു തത്തമ്പള്ളി. അടിപൊളി. ഒരു ഗോളിന് സെക്കൻഡ് മതി കേട്ടോ. ഫുട്ബോളിൽ അങ്ങനൊരു ഗുണമുണ്ട്. ഏത് നിമിഷവും കളി മാറാം മറിയാം. സമനില ഗോളിന് വേണ്ടി നവജീവന്റെ ശക്തമായ നീക്കം. തട്ടിത്തെറിപ്പിക്കുന്നു തത്തമ്പള്ളി. അങ്ങോട്ടും ഇങ്ങോട്ടും. ആദിൽ ലിയോൺ. അടിയടാന്നാണ് ജെയിംസ് ടച്ച് ലൈന് പുറത്ത് നിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികളോട് ആജ്ഞാപിക്കുന്നത്. ഇടംകാലൻ മനോഹരമായ ക്ലിയറൻസ്. ആദിയുടെ തത്തമ്പള്ളിയുടെ ഗോൾ കീപ്പർ കാളിദാസ്. ശ്രീഹരി. കാളിദാസ് വീണ്ടും 12 നമ്പർ താരത്തിന്റെ കാലുകളിൽ ബോളെ വിട്ടുകൊടുക്കുന്നത്. തത്തമ്പള്ളി രണ്ടും കൽപ്പിച്ചാണ്.
ഉച്ചിരുള്ള പോരാട്ടം. കൈ മെയ് മറന്ന് പോരാടുന്നു തത്തപ്പള്ളി. ഏറനാടിന്റെ ചരിത്രവും വള്ളുവനാടിന്റെ സംസ്കാരവും കിഴക്കൻകാട്ടിന്റെ പലൂടലും ആലപ്പുഴയുടെ സൗന്ദര്യവും ഗമിക്കുന്ന ദിശയിൽ ശ്രീഹരിയാണ് ത്രോ ചെയ്യുന്നത്. ശ്രീഹരി സമയം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പിന്നിലാണ്, തത്തപ്പള്ളി മുന്നിലാണ്. ലിയോന്റെ നല്ലൊരു ത്രോ കണക്ട് ചെയ്യുവാൻ കൂട്ടുകാരനില്ല. വീണ്ടും തത്തപ്പള്ളിയിൽ നിന്നും മാറ്റി വീണ്ടും ഗോൾ കീപ്പർ തത്തപ്പള്ളിയുടെ ഗോൾ മുഖത്തേക്ക് നവജീവന്റെ നീക്കം. കാളിദാസ് എന്താണ് എന്ത് സംഭവിക്കാം? ഒരു അല്പാശ്രദ്ധ നവജീവന്റെ താരത്തിനില്ലെങ്കിൽ എടുത്ത് ഗോളടിക്കാമായിരുന്നു. കുട്ടികളാണ്, ഇങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ കാഴ്ചക്കാർക്ക് രസമാണ്. അടുത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട സജ്ജമാവുക. ഗോൾകീപ്പർ ദുൽഖറിന്റെ നീക്കം. ദുൽഖറിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് തത്തപ്പള്ളി. മാഹിൻ മിടുക്കനായൊരു കളിക്കാരനാണ് മാഹിൻ. ദുൽഖറും 7-14 കുട്ടി താരങ്ങൾ. അടിപൊളി ഗോൾകീപ്പറിന്റെ നല്ലൊരു മിസ്റ്റേക്ക്, പക്ഷെ അത് മുതലാക്കുവാൻ ഫാന്റാസ്റ്റിക്. ദുൽഖറിന്റെ അടിപൊളി ഇടപെടൽ. വീണ്ടും മുന്നോട്ട് വലത് വീക്കിലൂടെ ശക്തമായ നീക്കം. ആവേശകരമായ ഇങ്ങോട്ട് പോരാട്ടം, ശക്തമായ പോരാട്ടം, മിശ്രൻ പോരാട്ടം, തീവാറുന്ന പോരാട്ടം. രണ്ടാം മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നടക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് തത്തപ്പള്ളി ലീഡ് ചെയ്യും. ഏകപക്ഷീയമായ ഒരു ഗോളിന് തത്തപ്പള്ളി ലീഡ് ചെയ്യുന്നു. കാൽപന്ത് കളിയുടെ കാൽപനിക സൗന്ദര്യം കാലിൽ ആവാഹിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ രണ്ട് ശക്തരായ അക്കാദമികൾ മാതൃകയ്ക്കുന്ന തത്തപ്പള്ളി മനോഹരമായ ക്ലിയറൻസ്. നവജീവന്റെ ശക്തമായ മുന്നോട്ടം. വലതുവിക്കിന്റെ മുന്നോട്ട്. ഗോൾകീപ്പർ കാളിദാസന്റെ കാലുകളിൽ ഭദ്രം. ആലപ്പുഴയുടെ സൗന്ദര്യം, ഫുട്ബോളിന്റെ സൗന്ദര്യം, ഫുട്ബോൾ ഭൂപടത്തിൽ ആലപ്പുഴയ്ക്ക് ശക്തമായ സ്ഥാനമുണ്ടെന്ന് വിളിച്ചോതുന്ന ദിശ അക്കാദമിയുടെ കിഡ്സ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് അവർക്കും സുസ്വാഗതം. രാത്രി പകലാകുന്ന വെള്ളി വെളിച്ചത്തിൽ പൂജ്യമണലിൽ ആലപ്പുഴയിലെ രണ്ട് ശക്തമായ അക്കാദമികൾ മാതൃകക്കുന്ന കാഴ്ച. നവജീവനും തത്തപ്പള്ളിയും ഇജോടിച്ച പോരാട്ടം, ശക്തമായ പോരാട്ടം. ഒരു ഗോളിന് തത്തപ്പള്ളി ലീഡ് ചെയ്യുന്നു. അടുത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട രണ്ട് ടീമുകളും തയ്യാറാവുക. ഈ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന റഫറിമാർ ബോഡിജ പീറ്റർ, ദയാലാൽ ഹസൻ, ആലപ്പുഴ. ഏകപക്ഷീയമായ ഒരു ഗോളിന് തത്തപ്പള്ളി മുന്നിൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രണ്ട് ടീമുകളിലും ജടലമായ നീക്കങ്ങൾ നടത്തി മുന്നോട്ട് കുതിക്കുന്നു. ഏത് സമയത്തും ഒരു സമനില ഗോൾ നേടാമെന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നവജീവൻ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. കാളിദാസനും ആദിനാഥും കെവിനും നോയലും കാളിദാസനും അടങ്ങിയ നിരകൾ ശക്തമായി പോരാടുന്നു. 10 വയസ്സിന് താഴെയുള്ള ഈ കൊച്ചു കുരുന്നുകളുടെ കാൽപെരുമാറ്റങ്ങൾ കാണുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ത്രോയിൻ, തത്തപ്പള്ളിക്ക് അനുകൂലമായിട്ടുള്ള ത്രോയിൻ. കളി ഗ്രൗണ്ടിന്റെ വീണ്ടും തത്തപ്പള്ളി ആദിയുടെ ഒരു വലക്കാലൻ ഫിനിഷിംഗ് ഓഫ് ട്രാക്കിൽ കുരുക്കുന്നു. നിരന്തരമായി തലവേദന സൃഷ്ടിക്കുന്നു നവജീവന്. ഓഫ് ട്രാക്കിൽ കുരുക്കി നവജീവൻ. വീണ്ടും അടുത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട രണ്ട് ടീമുകൾ സമയം വളരെ വേഗതയിൽ കടന്നു പോകുന്നു. അതുകൊണ്ട് രണ്ട് ടീമുകളും ഈ മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
മികച്ച സംഘാടന ഉദാഹരണമാണ് ടൂർണമെന്റ്. ദിശ അക്കാദമിയുടെ പേരൻസിന്റെ ഇടപെടൽ, ശക്തമായ ഇടപെടലാണ് പേരൻസിന്റെ. അപ്രവിന്റെയും മനോജിന്റെയും അഫ്സലിന്റെയും രാജേഷിന്റെയും തത്തപ്പള്ളി അല്പം കൂടെ മുന്നോട്ട് ഡ്രിബിൾ ചെയ്ത് പോയിരുന്നുള്ളത്. പക്ഷെ അത് നല്ലൊരു ഫിനിഷിങ്ങിൽ കലാശിച്ചേനെ. പക്ഷെ കുട്ടികൾക്ക് അതത്ര മുന്നോട്ട് വന്നില്ല. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ആശ്വസിക്കാം നവജീവന്. കളി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു ഗോളിനാണ് തത്തപ്പള്ളി മുന്നിട്ട് നിൽക്കുന്നത്. നവജീവൻ കൈലാസനാഥ് ശ്രീഹരി ആദി ഒരു ഗോളിനാണ് നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന സമയം ഇനിയുമുണ്ട്. അടിക്കാം. തത്തപ്പള്ളി ശക്തമായി കളിക്കുന്നു. കാളിദാസനും ശ്രീഹരിയും ആദിനാഥും ഒക്കെ ശരിക്കൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സമനില ഗോൾ നേടാം. അതുപോലെ തന്നെ തിരിച്ച് ഗവിനും നോയലും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ലീഡ് ഉയർത്താം. അതുകൊണ്ട് ഞങ്ങൾ സൗന്ദര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കാഴ്ച ഭംഗിയാകണം. അടിക്കട്ടെ, തിരിച്ചടിക്കാനുള്ള അവസരം. ഇടങ്കാലിന് ഗോൾ കീപ്പർ താഴെ ഡി ബോക്സിനകത്ത് പൊരിഞ്ഞ പോരാട്ടം. നല്ലൊരവസരം നഷ്ടപ്പെടുത്തുന്നു നവജീവൻ. ദുൽഖർ സൽമാനെ പോലെ ഗോൾ അടിക്കുന്നത് ആരാണ്? ഏത് കാലുകളാണ്? തത്തമ്പള്ളിക്ക് അനുകൂലമായി മുന്നോട്ട് പുറത്തേക്ക്. ദുൽഖർ അയ്യം വിജയനും ജോപ്പോളഞ്ചേരിയും സറഫലിയും ലിസ്റ്റനും പാപ്പച്ചനും സണ്ണിയും തോബിയാസ് പഴയകാല സന്തോഷ് ട്രോഫി ഫെഡറേഷൻ കപ്പ് താരങ്ങളാണ്. ഇന്ത്യയിലെ 3 തവണ ഇന്ത്യയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടി അയ്യം വിജയൻ. ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് ബോള്. ഇനി എങ്ങനെയെങ്കിലും സമനില പിടിക്കുക എന്നുള്ളതാണ് നവജീവന്റെ ലക്ഷ്യം. പക്ഷേ തത്തമ്പള്ളി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. തത്തമ്പള്ളിയുടെ ഡിഫൻസ് ശക്തമാണ്. പ്രതിരോധ നിര കീറിമുറിക്കാൻ വരുന്നത് അത് കബാഡിയാണെങ്കിലും ആ തല അരിഞ്ഞു വീഴ്ത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തത്തമ്പള്ളിയുടെ പ്രതിരോധം ശക്തമാക്കുന്നു. ഒരു വഴുതം കൊടുക്കാതെ തത്തമ്പള്ളി കീറിമുറിക്കാൻ ആദി ഇടതുവിങ്ങിലൂടെ നസിയെ പോലെ ആദിനാഥിന്റെ മനോഹരമായ സപ്ല കണക്ട് ചെയ്യുവാൻ കാളിദാസന് സാധിച്ചില്ല. കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കോർണെടുക്കുന്നത് ആദ്യമാണ്. ഒരു 2ാം ഗോളിന്റെ പ്രതീക്ഷയിൽ ആദി തത്തപ്പള്ളി ഒരു ഗോളിന് മുന്നിലാണ്. ആദിയുടെ കോർണർ അത്രയ്ക്ക് ശോഭിച്ചില്ല. നവജീവിന്റെ കാലുകളിൽ നിന്നും റാഞ്ചി എടുത്തുകൊണ്ട് വീണ്ടും നവജീവിന്റെ കാലുകളിൽ ബോൾ. ദുൽഖർ ഇടങ്കാലിന് ദുൽഖർ. കുട്ടികള് ശരിക്കും നല്ല ശക്തമായ വാശിയിലാണ്. പേരൊക്കെ അടിപൊളിയാണ്. ഹേളിന്റെ ത്രോ അബ്ജിത്തിലേക്ക്. അബ്ജിത്ത് വീണ്ടും മനോഹരമായ കളി. സൂപ്പർ. മനോഹരമായ സ്കില്ല്. ട്രാക്കിൽ കുരുക്കി. ആദി മിടുക്കനായ കളിക്കാരനാണ് ആദി. നമ്മുടെ തത്തമ്പള്ളിയുടെ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഉന്നരത്താരം ആദി. ഗോൾ കീപ്പർ കാളിദാസന്റെ മനോഹരമായ ഇടപെടൽ.
അടിക്കട കൊണ്ടടിക്ക് സമനില ഗോൾ. 5-ാം നമ്പർ ജേഴ്സി മനോഹരമായ ട്രിപ്പിളി. ഓ ആദിൽ ആവേശകരമായ പോരാട്ടം. കാളിദാസന്റെ ഗോൾ കീപ്പർ കാളിദാസനാണ് ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ബോള് സെന്ററിലേക്ക്. അത്തമ്പള്ളിയുടെ കാലുകളിൽ ബോള്. ആദ്യം വീണ്ടും ക്ലിയറൻസ്. ലിയോയെ കണ്ടാൽ ക്രിസ്ത്യാനോയെ പോലെ ലിയോയിൽ നിന്നും റാഞ്ചിയെടുത്ത് ദുൽഖർ 12-ാം നമ്പർ താരം ദുൽഖർ അടിക്കും ഗോള്. സമനില ഗോള്. ദുൽഖറിനെ കണ്ടാൽ തന്നെ അറിയാം വാശിയുള്ള കളിക്കാരനാണ്. ദുൽഖർ ഓർഡറാ. ദുൽഖറിന്റെ കാലുകളിൽ ബോള് പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് തത്തപ്പള്ളി വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. മത്സരത്തിൽ